ഹലോ. ഹലോ. ഇത് ബാങ്കിൽ നിന്നാണ്. നിങ്ങളുടെ വീടിൻ്റെ ജപ്തിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീടും കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ജപ്തി ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്നൊന്ന് നിങ്ങളെ വീടിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. ഓക്കെ സാറേ, ഓക്കെ. സാറേ, എത്ര പൈസയായിരുന്നു ഈ ലോണിന്? നിങ്ങൾ വീട് ലോൺ എടുത്തത് ഒരു 10 കോടിക്കാണ്. അത് തിരിച്ചെടുക്കേണ്ട 10,50,20,000 ഉറുപ്പ്യ ആയിട്ടാണ് കേട്ടോ. ഇതുവരെ അടച്ചിരിക്കുന്നത് വെറും 2 കോടി മാത്രമാണ്. സാറേ, എൻ്റെ കയ്യിൽ 1 കോടി ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് സാറേ, എൻ്റെ കയ്യിൽ ഒരു കോടി ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് അടച്ചാൽ അത് ശരിയാവും? ഇല്ല, അത് ശരിയാവില്ല. അപ്പം നിങ്ങൾ പെട്ടെന്ന് തുടങ്ങേണ്ടതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. GTA San Andreas ആണ് നമ്മളെ സീരീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ വീടും കാര്യമൊക്കെ ജപ്തി ആവുകയാണ്. അപ്പോൾ നിങ്ങൾ സ്മോക്കിനോടും കാര്യമില്ല പറയട്ടെ. സ്മോക്കിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഗാരേജിലുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയട്ടെ, നമുക്കാകെ ഈ ബൈക്ക് മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഗ്രോവ് സ്ട്രീറ്റ് വിട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ഈ ഗ്രോവ് സ്ട്രീറ്റ് വിട്ട് പോകുന്ന ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടില്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ഗ്രോവ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ വിട്ട് പോയി ഗൈസ്. ഇപ്പോൾ നമുക്ക് നൈസായിട്ട് കയ്യിൽ 1 കോടി ഉറപ്പുണ്ട് ഗൈസ്. പക്ഷേ ഈ പൈസ ഒന്നും പോരാ ഗൈസ് നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ. ലോൺ എടുക്കാൻ തന്നെ 10 കോടി, അടക്കാൻ ഇനിയുണ്ട് 8 കോടി. ഇതെല്ലാം വെക്കാൻ പറ്റൂല ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു വാടക വീട് നോക്കണം. അല്ല, ചെറിയ വീട് മതി ഗൈസ്. എന്താ വെച്ചാൽ നമുക്ക് ഒരു മാസം ഒരു 10,000 ഉറുപ്പ്യ അത്രയല്ല നമുക്ക്. ഒരു മാസം 10,000 ഉറുപ്പ്യ അതന്നെ നമുക്ക് താങ്ങാൻ പറ്റും ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ ഇപ്പം നേരെ നമുക്ക് ഒരു വീടും തപ്പി നടക്കാം ഗൈസ്. നമ്മളെ ഇങ്ങോട്ടായിട്ട് കുറേ വാടക വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോവുകയാണ്. ഏതെങ്കിലും ഒരു കുഞ്ഞു വീട് മതി. ഇതൊന്നും വാടകക്കല്ല. ഈ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ചെറിയ പൈസ കുറഞ്ഞ വീടാൻ തോന്നുന്നു. എന്തായാലും ഇവിടെ ആളുണ്ടെങ്കിൽ ചോദിച്ചോക്കാം. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോണ്ടാക്ട് 9922. ഓക്കെ, അപ്പോൾ നമുക്ക് പുള്ളിക്കാരനെ വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഗൈസ്. നമുക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അയക്കാം. ഫോൺ എടുത്ത് വിളിച്ചേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ വീടിൻ്റെ ഓണറും കാര്യങ്ങളൊക്കെ വിളിച്ചേക്കാം ഗൈസ്. നമ്മളെ പുള്ളിക്കാരൻ പറയുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതെങ്കിലും അകത്തും സീരിയസ് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മാസം ഒരു 30,000 എങ്കിലും അടക്കണം ഗൈസ്. അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ നമ്മളെ ചിലവും കൂടി നോക്കുമ്പോൾ നമുക്ക് പറ്റില്ല ഗൈസ്. അതുകൊണ്ട് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അടുത്തായിട്ടൊരു വീടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ റൈഡറോട് ചോദിച്ചപ്പോൾ റൈഡർ അയച്ചു ഗൈസ്. ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ ലൊക്കേഷനിൽ നമ്മൾ എത്തി. ഇതൊരു കോളനിയാണ് ഗൈസ്. ഒരു ഡില്ലിമോർ എന്ന് പറഞ്ഞൊരു കോളനിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇത് റൈഡർ അയച്ച ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതാണ് ഗൈസ്. നമുക്ക് ഇതും കാര്യങ്ങളൊക്കെ വിളിച്ച് നോക്കാം ഗൈസ്. കോണ്ടാക്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനെ വിളിച്ച് നോക്കി ഗൈസ്. അപ്പോൾ ശരിക്കും ഈ ഒരു വീട് നമുക്ക് ചേരുന്നതാണ്. ഒരു മാസം 12,000 ആണ് ഗൈസ് നമ്മളെ പുള്ളിക്കാരൻ പറയുന്നത്. ഒക്കെ നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ അകത്ത് വെച്ച് ഗൈസ്. എന്താ നമുക്ക് വീടിൻ്റെ അകത്ത് കയറി നോക്കിയാക്കാം ഗൈസ്. ജസ്റ്റ് അത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ജസ്റ്റ് ഒരു ഡൈനിങ് ഹാള്, ഒരു ബെഡ്റൂം, ഒരു കുഞ്ഞു ബെഡ്റൂം, അത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും നമുക്ക് രാവിലെയും കാര്യങ്ങളൊക്കെ ആക്കിയേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നൈസായിട്ട് മാറ്റി ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ നേരെ നമ്മളെ ബൈക്ക് എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നോക്കാൻ വേണ്ടി പോകണം ഗൈസ്. നൈസായിട്ട് ജസ്റ്റ് ഒരു ബൈക്ക് മാറ്റി വാനും കാര്യങ്ങളൊക്കെ നിർത്താൻ നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് നിർത്തി വെച്ചാൽ വാനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇത്
ഒരു സ്കൂൾ വാനും കാര്യങ്ങളൊക്കെയാണ് നമുക്കാണെങ്കിൽ സ്കൂളിൻ്റെ വഴി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷെ ആ ജോലി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടി കാരണമൊക്കെ എവിടെയും തട്ടിക്കരുത്, കാരണം ഇത് നമ്മളല്ല. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മളെ നേരെ പോയിട്ട് നമുക്ക് നമ്മളെ സിറ്റിയിലുള്ള നമ്മളെ ഗ്രോവ് സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പോവുകയാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് നമ്മളെ വാനിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനവും കാര്യങ്ങളൊക്കെ വെച്ചിന്. എന്തെന്ന് നമുക്ക് കടേൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിന്. അതെല്ലാം കൊണ്ട് ഏതെങ്കിലും ഒരു കട തുടങ്ങണം ഗൈസ് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസിൽ നിന്നുള്ള ബീച്ചും കാര്യങ്ങളൊക്കെ എത്തി ഗൈസൊക്കെ. നമുക്ക് ബീച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിലായിട്ട് നമ്മളെ ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാം ഗൈസ്. ഇവിടെ അത്ര ആൾക്കാരൊന്നും ഇല്ല, സീനില്ല ഗൈസ്. നമുക്ക് അല്ലെങ്കിൽ മേലത്തോട്ട് പോയിട്ട് നമുക്ക് നൈസായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. കാരണം മേലെ ആണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ വരാം. ഇവിടെ അത്ര ആൾക്കാർ വരാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മേലോട്ട് ഒന്ന് പോയിട്ട് മേലെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടണം ഗൈസ്. ഓക്കെ, സംഭവം നമുക്ക് നൈസായിട്ടുള്ള മേലത്തോട്ട് നമ്മൾ വന്നു നൈസൊക്കെ. ഇവിടെ ആണെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് എന്തെങ്കിലും കടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്താൻ വേണ്ടിയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് നിർത്തിയേക്കാം ഗൈസ്. ഇവിടെ ആയിട്ട് നമുക്കൊരു കടയും കാര്യങ്ങളൊക്കെ ആക്കാം ഗൈസ്, നമ്മളെ സാധനങ്ങൾ തുറന്നിട്ട്. ഓക്കെ, അപ്പോൾ നൈസായി നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നൈസ്. നമ്മളൊരു നൂഡിൽസ് ആണ് ഗൈസ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് പൈസ കിട്ടുമെന്നും കാര്യങ്ങളൊന്നും അറിയില്ല ഗൈസ്. പക്ഷേ എന്തായാലും ഇന്നും നമ്മളിത് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നില്ല ഗൈസ്. ഈ കടയും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങി വെച്ചിന്. നമ്മളിന്ന് നമ്മളെ കടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിന്. പക്ഷേ ഇന്നും നമ്മളെ കടയൊക്കെ ഇടാൻ പോകുന്നില്ല ഗൈസ്. നമ്മളെ ഒരുത്തനെ നമ്മൾ കടയിലേക്ക് ആക്കി വെച്ച് ഗൈസ്. അതുകൊണ്ട് അവൻ വന്ന് ആക്കിക്കോളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പം പിന്നെ നമ്മളെ വണ്ടീൻ്റെ കളറും കാര്യങ്ങളൊക്കെ നൈസായി ചേഞ്ച് ചെയ്ത് ഗൈസ്. അപ്പോൾ ഇന്ന് പക്ഷേ അത്ര ആൾക്കാരൊന്നും കാണില്ല ഗൈസ്. തിങ്കളാഴ്ചയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ സ്കൂളിലും ജോലിക്കെല്ലാം പോയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് നേരെ നമ്മൾ ഈ വണ്ടി എടുത്ത് നമ്മൾ നേരെ നമ്മളെ സ്വന്തം വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ബീച്ചിലും കാര്യങ്ങളൊക്കെ നമ്മളെ കടയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ തിരിച്ചെത്തി ഗൈസ്. ഓക്കെ, നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് പുറത്തായിട്ട് നിർത്തി വെക്കാം ഗൈസ്. എന്തായാലും നമ്മളെ പുള്ളിക്കാരൻ വന്ന് കൊണ്ടുപോകും ഗൈസ്. എന്തായാലും അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല ഗൈസ്. എന്തായാലും നമുക്ക് നാളെ നേരെ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ കയറിയേക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കിനി കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. ഇപ്പം നമ്മൾ ഒരു ജോലി വെച്ചിന്, പക്ഷേ അത് പോരാ ഗൈസ്. അതിന് അത്ര വലിയ ലാഭം ഉണ്ടാവും തോന്നുന്നില്ല. നമുക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ജോബും കാര്യങ്ങളൊക്കെ കണ്ടെത്തണം ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇത്രയും കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പം ബൈ.